ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു വാട്ടേച്ചിൻ്റെ ഡേ ആയാലോ. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിനപ്പോഴേക്കും ഒരു പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ പഴത്തിൻ്റെ രൂപവും ഭാവവും എല്ലാം നിങ്ങളോട് വിളിച്ച് പറയുന്നുണ്ടായിരിക്കും ഇത് നമ്മുടെ പറമ്പിലെ പഴം തന്നെയാണെന്ന്. അതൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ മാഗി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 11:30 ആയപ്പോഴേക്കും ഞാനൊരു പരിപ്പോട കഴിച്ചു. പിന്നെ ലഞ്ചിനായിട്ട് ചോറും തൈരും പിന്നെ കേര മുളകിട്ടതും വൻപയർ മെഴുക്കുവരട്ടിയായിരുന്നു. ഇത്തിരി തൈരെടുത്ത് ചോറിൽ കുഴച്ചിട്ട് ഇത്തിരി മീൻകറിയുടെ ചാറും ആ മുളക് ചാറും എല്ലാം ഇട്ട് കുഴച്ച് ഒരു കഷ്ണം മീനും ഇത്തിരി വൻപയറും ഒക്കെ ആയിട്ട് കഴിക്കുമ്പം സ്വർഗം. നമ്മൾ ലഞ്ച് കഴിക്കുമ്പോൾ ഏകദേശം ഒരു 2:20 ആയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യം പറയുകയാണെങ്കിൽ +2 ബിസിനസ് സ്റ്റഡീസ് എക്സാമിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണിത്. ഈ എക്സാം തലേന്നൊന്ന് ഒഴിഞ്ഞു കിട്ടിയാലേ നമുക്ക് വീഡിയോ എടുത്തതിന് വോയിസ് ഓവർ കൊടുക്കാനും എഡിറ്റ് ചെയ്യാനും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സമാധാനം കിട്ടത്തുള്ളൂ, അതായത് സമയം കിട്ടത്തുള്ളൂ. പിന്നെ പരമ്പരാഗതമായിട്ട് എനിക്ക് പകർന്നു കിട്ടിയതിൻ്റെ മടിയും പിന്നെ പറയണ്ടല്ലോ. അതിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ ഞാൻ പുളിയിൽ നിന്നുണ്ടായിരുന്നു. കഴിക്കാതിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും പഠിക്കണം, അല്ലല്ലോ പഠിക്കാനിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും കഴിക്കണം. അങ്ങനെ നമ്മൾ ആ പുളിയും തിന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചായ തിളപ്പിക്കാൻ വരുമ്പോഴേക്കും പച്ചക്കപ്പലിൻ്റെയും കഴിച്ചു, പിന്നെ ചായയും കുടിച്ചു. സത്യം പറഞ്ഞാൽ ഗായ്സ്, നമുക്ക് ആ പുളി കൊണ്ട് വായി വെക്കാൻ പറ്റത്തില്ല. ഞാൻ ചുമ്മാ പറയുന്നില്ല. ആരെങ്കിലും ഈ വെയിലത്ത് വെച്ച് ഉണക്കിയ പുളി ഒന്ന് കഴിച്ചു നോക്കണം. പുളി കൊണ്ട് വായൊന്നും അങ്ങോട്ട് ഇറങ്ങത്തില്ല, പക്ഷേ നമ്മളത് കഴിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും പഠിക്കാൻ ഇരുന്നപ്പോഴേക്കും പിന്നെയും നമുക്ക് വിശന്നു. അപ്പോഴേക്കും നമ്മൾ 2 ചോക്ലേറ്റ് കഴിച്ചു, ഒരു കിക്കാറ്റും പിന്നെ ഒരു ബട്ടർ ഫിംഗർ എന്ന് പറഞ്ഞൊരു മിഠായും. അങ്ങനെ ആ 2 ചോക്ലേറ്റ് കഴിച്ച പവറിൽ ഞാൻ കുത്തിയിരുന്ന് കൊണ്ട് പഠിച്ചു ഗൈസ്. ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും ബുക്കൊക്കെ മടക്കി വെച്ച് ടി വിയുടെ മുന്നിൽ വന്നു. കാരണം 6 മണിക്ക് ലോക സിനിമയുണ്ട്. ലോക സിനിമ ഒന്ന് തിയേറ്ററിൽ പോയി കണ്ടതാണെങ്കിലും ഈ ഒരു വിചാരം പോലും ഇല്ലാതെ ഞാൻ പിന്നെയും ടി വിയുടെ മുന്നിൽ വായും പൊളിച്ചിരുന്ന് കണ്ടു. കാരണം നാളത്തെ ബിസിനസ് സ്റ്റഡീസ് പരീക്ഷയ്ക്ക് എനിക്കതാണല്ലോ എഴുതി വെക്കേണ്ടത്. അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടത്തിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.